സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി നാട് നന്നാക്കുമെന്ന് പറയുന്ന മരുന്ന് കമ്പനിയുടെ അധിപൻ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സഞ്ചരിച്ച 57 വിദേശ യാത്രകളിൽ കൂടെ ഉണ്ട്. ചികിത്സകരും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസം അത് നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുക. ഭരണാധികാരികളും എല്ലാ മാസവും വിദേശത്ത് പോകുന്നത് ഇന്ത്യയിലെ മരുന്ന് കമ്പനിക്കാരുടെ പ്രതിഫലം പറ്റിക്കൊണ്ടും ചെലവുമാണ്. മാധ്യമങ്ങൾ കുറേയേറെ തെറ്റായ ലേഖനങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലേ? ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് വളരെ പ്രശസ്തമായ മാധ്യമങ്ങളും അതല്ലാതെ സോഷ്യൽ മീഡിയയും എല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതേക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്? സതുദ്ദേശപരമായിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. പക്ഷെ അത് ഈ പറയുന്ന പോലെ പലതരത്തിലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിൻ്റെ അടുത്ത് പൊതുവെ ഒരു ചർച്ച ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ്. അതിന് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയാണെങ്കിലും നമ്മളുടെ നിലവിലുള്ള മാധ്യമ സംവിധാനങ്ങൾ വഴി ഇത്തരത്തിൽ ഒരു ചർച്ച സമൂഹത്തിൽ കൃത്യമായി നടക്കണം. നമുക്കറിയാം, ഒരു ഉദാഹരണം പറയാം. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയൊരു ബഹുരാഷ്ട്ര കമ്പനിയായിട്ടുള്ള ഒരു, എൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഹെൽത്ത് ഡ്രിങ്ക് ഉൾപ്പെടെ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു അത്രയും വലിയ ബഹുരാഷ്ട്ര ഭീമ കമ്പനിയാണത്. ആ കമ്പനി പ്രമേഹത്തിന് ഒരു മരുന്ന്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 10 കൊല്ലം ആ മരുന്ന് കൊടുത്തു. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അമേരിക്കൻ FDA കണ്ടുപിടിക്കുന്നത്. അത് കൃത്രിമമായ പരീക്ഷണ റിസൾട്ടുകൾ വെച്ചിട്ടാണ് ഈ മരുന്ന് FDA അനുമതി വാങ്ങി പുറത്തിറക്കിയത്. അമേരിക്കൻ FDA നിരോധിച്ചു. തുടർച്ചയായിട്ട് ഇന്ത്യയും ആ മരുന്ന് നിരോധിച്ചു. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ ഏകദേശം 1-2 ലക്ഷം പേർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള, ഡോക്ടർക്ക് മനസ്സിലാവും എന്താണെന്ന്. ഒരു പഠനം അതിനെക്കുറിച്ച് കേരളത്തിൽ നടന്നതായിട്ട് എനിക്കറിയില്ല. ഒരു പഠനം. വെറുതെ സർക്കാർ നിരോധിക്കുകയല്ലാതെ എത്ര പേർക്ക് അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ടായി, എത്ര പേർക്ക് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടായി എന്നൊന്നും ഒരു തരത്തിലും നമുക്ക് കണ്ടെത്തും. പിന്നെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മരുന്ന് കമ്പനികളുടെ അവർ ചെയ്യുന്ന എല്ലാം തെറ്റായ കാര്യങ്ങളാണെന്ന ഒരു അഭിപ്രായം എനിക്കില്ല. മാധ്യമങ്ങളിലുള്ള പല ഷോകളും, പ്രത്യേകിച്ച് ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട പല ഷോകളും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പറയാതിരിക്കാൻ വയ്യ. കാരണം അവരുടെ നമുക്കറിയാവുന്നതാണ് പല പാക്കേജുകളും. അതായത് നിങ്ങൾ ഈ മാധ്യമത്തിൽ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർക്ക് ഈ ആശുപത്രിയുടെ ഡോക്ടർക്ക് ഇത്ര സമയം പരിപാടി അവതരിപ്പിക്കാമെന്നും ആ പരിപാടിയിൽ നിങ്ങളുടെ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് പറയാമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള നിരവധി പാക്കേജുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒരു സത്യം കണ്ടെത്തുന്നതിന് അപ്പുറത്തേക്ക് കച്ചവട രംഗവുമായി ബന്ധപ്പെട്ട ഒരു അനാശാസ്യകരമായ നിലപാടുകൾ മാധ്യമങ്ങളും എടുക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഡോക്ടർ എഴുതുന്ന മരുന്ന് 1 കിലോന് അപ്പുറത്ത് പോയ കമ്പനി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാറില്ല. ആ ഡോക്ടർ എവിടെയാണോ താമസിക്കുന്നത് അതിനടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ മരുന്ന് കിട്ടാറുള്ളൂ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് വ്യാപകമായിട്ട് കിട്ടാറില്ല. മറിച്ച് ഇപ്പോൾ നേരത്തെ ക്യാൻസർ രോഗത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു, 25,000, 50,000, 1 ലക്ഷം പറഞ്ഞു. ഇതൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരുടെ കാര്യമാണ്. നല്ല ആപ്പിളുണ്ട്, ചെറിയ ആപ്പിളുണ്ട്, വലിയ ആപ്പിൾ, ഏത് ഐറ്റം വേണോ ചോദിക്കുന്നത്. ഡോക്ടർ പറയണം 25,000-ൻ്റെ മരുന്ന് ഉപയോഗിച്ചാൽ ആ ക്യാൻസർ രോഗിക്ക് അസുഖം മാറുമെന്നാണ്. അല്ല 25 ഉണ്ട്, 1 ലക്ഷം ഉണ്ട്, 50 ഏത് വേണോ ചോദിക്കുന്നതല്ല ഒരു ഡോക്ടറുടെ കടമയെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ 10 രൂപ കൊടുത്താൽ ഈ മരുന്ന് കിട്ടും, 1000 രൂപ കൊടുത്താലും ഈ സെയിം മരുന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് വേണം ചോദിക്കുന്നത്. അപ്പൊ അയാള് ശരിക്കും അത് കച്ചവട ഒരു ബിസിനസ് നടത്തുകയല്ലേ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒരു ഡോക്ടറാണ് ശരിക്കും, ഡോക്ടർമാരാണ് അത് പറയുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ കോൾഗേറ്റ് കമ്പനി നിങ്ങൾക്ക് നിങ്ങളെ ഫോറിൻ ട്രിപ്പിന് കൊണ്ടുപോയിട്ടാണോ, അല്ലെങ്കിൽ ക്ലോസപ്പ് കമ്പനി നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തന്നിട്ടാണോ നിങ്ങൾ വാങ്ങിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് അതൊരു ആവശ്യമാണ്. സജീവിന്റെ വാദം തെറ്റാണ്. ഉപഭോക്താവ് നേരിട്ടാണ് ബാക്കി എല്ലാം തീരുമാനിക്കുന്നത്. മരുന്ന് ഉപഭോക്താവ് നേരിട്ടല്ല. അതാണ് വിഷയമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ പരസ്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡോക്ടർ മരുന്ന് എഴുതുന്ന രോഗികൾക്ക് വേണ്ടി കണ്ടമാനം മരുന്ന് ഡോക്ടർ എഴുതേണ്ടി വരുന്ന ഒരു ലൈഫ് ടൈമില്
ഡോക്ടർക്ക് വേണ്ടി മരുന്ന് മേടിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ പുള്ളി പറഞ്ഞ ന്യായം തെറ്റാ. ഡോക്ടർക്ക് വേണ്ടിയല്ല മരുന്ന് മേടിക്കുന്നത്, ഡോക്ടർ മരുന്ന് എഴുതുകയാണ്, ഡോക്ടറുടെ കയ്യിലായി ശേഷിയിരിക്കുന്നത്. ജനങ്ങൾ ഡോക്ടർ എഴുതിയ മരുന്ന് വാങ്ങി തിന്നുമല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്ന് വെച്ചാൽ അതിന്റെ ശേഷി ഡോക്ടറെ ഇല്ല. അപ്പോൾ അതാണ്, അതുകൊണ്ട് മാറണമെങ്കിൽ മരുന്ന് വേണം. ഏത് പേസ്റ്റ് വേണം എന്നുള്ള കാര്യത്തിൽ അവസാനം നമുക്കൊരു തീരുമാനം എടുക്കാം. എനിക്ക് പേസ്റ്റ് വേണ്ട, ഞാൻ ഉമിക്കരി ഉപയോഗിക്കാവുന്നു. പക്ഷെ രോഗം മാറാൻ മരുന്നിന്റെ കാര്യത്തിൽ എനിക്ക് മരുന്ന് വേണം. അവിടെ ഡോക്ടർ പറയണം. ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും അധികം കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ, അല്ലെ? വളരെയധികം പടർന്നു പിടിച്ചു. ഈ ക്യാൻസർ രോഗികളെ പലപ്പോഴും നമ്മൾ ആശുപത്രികളിൽ ഞാൻ ദൃക്സാക്ഷിയായി കണ്ടിട്ടുണ്ട്. ഈ റെപ്രസെൻറ്റേറ്റീവ്, അതായത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് നേരിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നു. ഇത് കഴിച്ചാൽ, ഇത്ര മാസം കഴിച്ചാൽ നിങ്ങൾക്ക് മുടി കൊഴിയും, ഇത് കഴിച്ചാൽ മുടി കൊഴിയില്ല, ഇത് കുറച്ച് സ്കിന്നിന് പ്രോബ്ലം വരും, ഇതിൽ നിങ്ങൾ ഏറ്റവും വില കൂടി ഇതെടുത്ത് 4 മാസത്തേക്ക് ഒരുമിച്ച് നിങ്ങൾ എടുത്താൽ 5ാമത് ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ എന്ന് പറയുന്ന ഒരു കച്ചവടം. അതായത് ഒരു മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന ഒരു രോഗിയോടാണ് ഇവൻ വ്യാപാരം സംസാരിക്കുന്നത്. ഇതെന്തുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ മേഖലയിൽ ഇതുപോലെ 3 വിലക്കുണ്ട്, അതിൽ ഏത് വേണമെന്ന് രോഗിയോട് ചോദിക്കുന്നത് യാതൊരു അർത്ഥമില്ല, തെറ്റ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ രോഗിയുടെ നിലവാരവും ഇതും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായത് ഏത് എന്ന് അവർ അഡ്വൈസ് ചെയ്യുക എന്നുള്ളൊരു കപ്പാസിറ്റിയാണ് ഡോക്ടർക്കുള്ളത്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകന് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. കയ്യിൽ റോഡ് ഇടാനായിട്ട് കൊണ്ട്, സ്റ്റീൽ റോഡ് വേണോ കോപ്പർ റോഡ് വേണോ? കോപ്പർ റോഡ് കുറച്ച് വില കൂടുതൽ. ഇത് എന്താണ്? അപ്പോഴത്തേക്ക് ഏജൻസി അവിടെ എത്തിയിരിക്കും. എന്താണ് ഡോക്ടർ ഇത്? അല്ല, യാതൊരു തരത്തിലുള്ള കമേഴ്ഷ്യൽ താല്പര്യങ്ങളും ചികിത്സയിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഭിപ്രായം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ കാര്യങ്ങൾ വരുന്നതിലാണ് പ്രശ്നം. അത് പല ഡോക്ടർമാരുടെയും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഇവിടുത്തെ ഇന്നത്തെ ഇതനുസരിച്ചിട്ട് വിവിധ തരത്തിലുള്ള മരുന്നുകളും വിവിധ തരത്തിലുള്ള വസ്തുക്കളും അവൈലബിൾ ആവുമ്പോൾ അതിലേതാണ് ഈ രോഗിക്ക് അനുയോജ്യം എന്ന രീതിയിലുള്ള അഡ്വൈസാണ് ശരിക്കും ഡോക്ടർ രോഗിക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ അവരോട് അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ ചോദിക്കേണ്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉദാഹരണത്തിന് തന്നെ ഇപ്പം നട്ടെല്ലിൽ, ഞാനൊരു ന്യൂറോ സർജനും കൂടിയാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറും കൂടിയാണ്. ഇപ്പോൾ നട്ടെല്ലിൽ ഇത്തരം ഒരു കമ്പി ഇടേണ്ട ആവശ്യം വരുമ്പോൾ നട്ടെല്ലിൽ ഇടുന്ന സ്റ്റീലിൻ്റെ കമ്പിയുടെ ഇരട്ടിയാണ് ടൈറ്റാനിയത്തിൻ്റെ ഇതിന് വില വരുന്നത്. പക്ഷേ അതിലൊരു വ്യത്യാസം വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റീലിൻ്റെ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഈ രോഗിക്ക് നട്ടലിന് രണ്ടാമത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സ്കാനിങ് ചെയ്യാൻ കഴിയില്ല. സ്കാനിങ്ങിൽ സ്റ്റീലുള്ളത് കൊണ്ട് ആർട്ടിഫാക്റ്റ് വരും. അതേസമയം ടൈറ്റാനിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ സ്കാൻ ചെയ്യാൻ കഴിയും. അതേസമയം അതുകൊണ്ട് നമ്മൾ ടൈറ്റാനിയമാണ് ഇപ്പോൾ ഒരു രോഗിക്ക് നോർമലി റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതുപോലെയുള്ള അതേസമയം കയ്യിൽ ഇത്തരം ഒരു ഇതിടുമ്പോൾ അതിൽ ടൈറ്റാനിയം വേണോ വേണ്ടേ എന്നുള്ളത് അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് ചോയ്സാണ്. ഇതിലേതായാലും വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ റാഷണലായിട്ട്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലമാണ്, അല്ലാതെ ഡോക്ടറുടെ മനസ്ഥിതിയുടെ പ്രശ്നമല്ല. അപ്പൊ അത് റാഷണലായിട്ട് പറയേണ്ട കാര്യം മാത്രമേ. സാർ പറഞ്ഞതിനൊരു മറുപടി ഞാൻ പറയട്ടെ. ഇതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. സാർ പറഞ്ഞു ടൈറ്റാനിയം വേണോ ഇരുമ്പ് വേണോ ഈ അയൺ വേണോ എന്നുള്ള ചോയ്സ്. ഈ ചോയ്സ് ശരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം എല്ലാ കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യമേ തന്നെ വ്യക്തമാക്കി. ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല, മരുന്നിനും മദ്യത്തിനും വേണ്ടിയിട്ടാണ്. ഇതിന് രണ്ടിനും പ്രൊഡക്ഷൻ കോസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിലയാണ് ഇടുന്നത്. എത്രയോ വളരെ കൂടുതലായിട്ട് നമ്മളൊരു പരിപ്പോടെ വാങ്ങിച്ചാൽ പരിപ്പിന്റെ വില ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വടക്ക് ഇത്ര പൈസ, പക്ഷെ മരുന്നിന് അതില്ല. ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പം കമ്പി 2 കാലിൽ ഇടണോ അതോ 1 കാലിൽ ഇടണോ, അതിന് ഇത്ര രൂപ, അല്ലെങ്കിൽ പിന്നെ അപ്പൊ ഇതിലൊരു കാര്യമുള്ളത്, ഡോക്ടർ ഈ രോഗിയോട് ഇത് കൺസൾട്ടിങ് റൂമിൽ ഇത് സംസാരിക്കുന്നു. പക്ഷേ അടുത്ത ഘട്ടത്തിൽ മെഡിക്കൽ റെപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ വന്നിട്ട് ഓരോന്നിൻ്റെയും വില പറഞ്ഞ് ഇത്ര രീതി എന്ന് പറയുന്നു.
എങ്ങനെ മെഡിക്കൽ റെപ്പ് അറിഞ്ഞു, അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ പറഞ്ഞു തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് ഇത് ഡോക്ടറുടെ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയമല്ല, ഇത് വിപണന തന്ത്രം തന്നെയാണ്. ഇതൊരു വലിയ നെക്സസ് ആണ്. അതിലൊരു പ്രധാന ശേഷിയുള്ള ആൾ, ഈ സാങ്കേതിക ശേഷിയുള്ള ആൾ രാജാവായി ഇരിക്കുന്നു, അത് ഡോക്ടറാണ് എന്നുള്ളത് സത്യവും തന്നെ. പക്ഷേ ഇതിനകത്തൊരു കാര്യം കാണേണ്ടുന്നത് ഡോക്ടർ തന്നെ പറയണം, ഇതിൽ 2 ലക്ഷത്തിൻ്റെ മരുന്നാണോ നല്ലത്, 60,000-ൻ്റെ ആണോ നല്ലത്, 20,000-ൻ്റെ ആണോ നല്ലത്. ഇനി അതുമാത്രവുമല്ല, ഇരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ സൈക്കോ സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ് വിലയിരുത്തിക്കൊണ്ട്, ലോഞ്ചിവിറ്റി വിലയിരുത്തി, ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പേയിങ് കപ്പാസിറ്റി വിലയിരുത്തി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ 70 വയസ്സുള്ള ഒരാൾക്ക് ഏത് 2 ലക്ഷത്തിൻ്റെ വേണോ 60,000-ൻ്റെ വേണോ, 40 വയസ്സുള്ള ഒരാൾ ക്യാൻസറിന് 2 ലക്ഷത്തിൻ്റെ വേണോ, ക്വാളിറ്റി, അതിൻ്റെ ആക്ഷൻസ്, അഡ്വേഴ്സ് റിയാക്ഷൻസ്, ഇതെല്ലാം കൂടെ നോക്കി ക്ലിനിക്കൽ ഡിസിഷൻ എടുക്കാനാണ് ഡോക്ടർ ഇരിക്കുന്നത്. അത് ക്ലിനിക്കൽ ഡിസിഷനാണ് എടുക്കേണ്ടത്, വിപണിയല്ല ഡിസിഷൻ എടുക്കേണ്ടത്. ആ വിപണി ഡിസിഷൻ എടുക്കുന്നതാണ് ഇപ്പം വന്നിരിക്കുന്നത്. അവിടെ ഒരു നടത്തിപ്പുകാരനായിട്ട് ഈ ഡോക്ടറെ ഇരുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡോക്ടറെയും വിപണി നിയന്ത്രിക്കുക ചെയ്യുന്നത്. അതാണ് സംഭവം. ഇപ്പം നമുക്ക് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഒരു പരിധിവരെ സൗജന്യമായും അല്ലെങ്കിൽ വളരെ വില കുറച്ചും നമുക്ക് മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എപ്പോഴും ഇവരെ പുറത്തു പോയി മേടിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ചില ആൺകുട്ടികൾക്ക് സർക്കംസേഷൻ ചെയ്യുമ്പോൾ അവിടെ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ അത് ഫ്രീ ആണ്. പക്ഷെ പുറത്തുള്ള ആശുപത്രി പോകുമ്പോൾ 17,000 20,000 രൂപ വരെ അവർ 40 വരെ പോകുന്നുണ്ട്. പിന്നെ ആന്റി റാബിസ്, ഇത് എന്താണ്? ഇത് ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് മുഴുവൻ മരുന്നുകളും 5 കൊല്ലത്തിനകം സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി കിട്ടും. മുഴുവൻ കിട്ടും. ഞാൻ പ്രകടനപത്രം ഇരിക്കുകയാണ്, ഞാൻ ബുക്ക് കൊണ്ടുവന്നതിനാണ്. ഫിനാൻസ് മിനിസ്റ്റർ 400 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കഴിഞ്ഞ വർഷം വരെ ചെലവഴിച്ചിരുന്നത് 50 കോടിയാണ് കേരളത്തിൽ ഓർക്കണം. ആശുപത്രിയിൽ വലിയ മാറ്റം ഈ രംഗത്ത് വരണം. അതിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഏത് പാർട്ടി ഭരിക്കുന്നില്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാഡം ഈ പറഞ്ഞ പ്രശ്നമാണ്. പട്ടി എന്തായാലും കടിക്കും. പട്ടി കടിച്ചാൽ, ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ ഡോഗ് ബൈറ്റ് വരുന്നൊരു ആശുപത്രി. അവിടെ ഒരു മാസത്തിൽ ആദ്യത്തെ 10 ദിവസം പോലും കൊടുക്കാനുള്ള മരുന്ന് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത് ഞങ്ങൾക്കറിയാം, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർക്കറിയാം. എന്താണെന്നറിയോ, ഇവിടെ തീർന്നാലേ നമ്മുടെ സാധനം കടയിൽ ചിലവാകൂ. അതുകൊണ്ട് ഞങ്ങളിത് നോക്കിയിരിക്കില്ല ഇത് എപ്പോൾ തീരുമെന്ന്. ഇതൊരാഴ്ച കൊണ്ട് തീർന്നാൽ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇത് കടി എവിടെയാണോ അതനുസരിച്ചാണ് സാധനം പോകുന്നത്. സാധാരണ പട്ടി കടിച്ചാൽ ഉണ്ടാകുന്നതും പട്ടികടി മുകളിലോട്ടാണ്, തലയ്ക്കോ മുഖത്തോ ഒക്കെ ആണെങ്കിൽ വേറെ സാധനമൊക്കെ 35,000-40,000 രൂപ കുറഞ്ഞ് ചികിത്സിക്കാൻ ഒക്കത്തില്ല. പട്ടിയോട്ട് കൊല്ലാനും ഒക്കില്ല, നമുക്ക് മരിക്കാനും പറ്റില്ല എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥ. ഇതുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. LDFൻ്റെ കാലത്ത് ഗവൺമെൻറ് ഈ വരുന്ന 1-2 വർഷത്തിനിടയ്ക്ക് 2 വർഷമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ മെഡിക്കൽ കോളേജൊക്കെ ഉടനെ തുടങ്ങുന്നില്ല, 2 കൊല്ലത്തൊരു ഗ്യാപ്പ് വേണമെന്ന് സർക്കാർ പറഞ്ഞു. ഇത് 2 കൊല്ലം കൊണ്ട് മുഴുവൻ സർക്കാർ ആശുപത്രികളിലും മരുന്ന്. ഒരു തർക്കത്തിനും ഞാനില്ല. സാധാരണ ഈ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ നമ്മൾ കാണുന്നത്, നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു പ്രവണതയാണ്. അതായത് മെഡിസിൻ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് എന്ന് പറയാം. അതിനുള്ളിൽ ഒരു മെഡിസിൻ ഇത്ര ടെമ്പറേച്ചറിൽ മാത്രമേ സൂക്ഷിക്കാവൂ എന്ന് വെക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറേജ് പ്രക്രിയ, നിങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ഇതിപ്പം ഫ്രിഡ്ജ് വെക്കുന്നുണ്ട്. അത് പക്ഷേ ഈ മെഡിക്കൽ കോളേജുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂൾ സിസ്റ്റം ഉണ്ട്. അത് ടെമ്പറേച്ചർ, അത് വലിയ കമ്പനികൾ വന്ന് സ്ഥാപിക്കുന്ന ഒരു ഉപകരണമാണ്. അതിനകത്ത് അത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും. അതിൽ വാക്സിനും അതിൽ ഇമ്മ്യൂണോഗ്ലോബിൻ പോലുള്ള മരുന്നുകളൊക്കെ അതിലാണ് സൂക്ഷിക്കുന്നത്. എങ്ങനെ ഇത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇത് ഓഫ് ആയി കിടക്കും, ഇങ്ങനെയൊക്കെ ചെക്കിംഗ് ഒക്കെ നടക്കും? ചെക്കിംഗ് ഉണ്ട്, അതിൻ്റെ ടെക്നീഷ്യന്മാർ ചെക്കിംഗ് ഉണ്ട്. അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആര് മോണിറ്റർ? അതിന്റെ കമ്പനിയുടെ ആളുകളുണ്ട്. പിന്നെ കമ്പനികളുടെ ആള് നല്ല ദിവസം വരുമല്ല, നമ്മളത് ചെക്ക് ചെയ്യിക്കുന്നുണ്ട്. പെട്ടെന്ന് വെള്ളം ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി ഈ മരുന്ന് വെക്കുന്ന ഫ്രീസറിനകത്ത് കൊണ്ടുവച്ച് ഇവനങ്ങ് അതെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അവിടെ അതിലിരിക്കുന്ന മരുന്നിന് ഇത്രയും തണുപ്പ് വേണ്ട. പക്ഷെ എനിക്ക് 15 മിനിറ്റിനുള്ളിൽ എനിക്ക് ഈ വെള്ളം തണുത്ത് കിട്ടിയാൽ മതി. ഇത്തരം പ്രവണത അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വെറുതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചില്ല. മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. വെള്ളം വയ്ക്കുക,
അല്ല ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇപ്പോഴില്ലെന്നാണോ പറഞ്ഞത്? ഇല്ല ഇപ്പോഴില്ല. പണ്ടുണ്ടായിരുന്നു. ഇല്ല പണ്ടില്ലായിരുന്നു. വെള്ളമാണ് വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴില്ല. ഞാൻ പിടിച്ചു മീന് അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഇതിന് ഒരു കാര്യമുള്ളത്, നമ്മൾ എവിടെയാണെങ്കിലും നമ്മളും കൂടി ഉൾപ്പെട്ട സിസ്റ്റത്തിന് വിമർശനപരമായി സമീപിച്ചാലേ സിസ്റ്റത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളും ചിലപ്പോൾ മാറേണ്ടി വരും. അതാണ് ശരിയായ സമീപനം. അല്ലാതെ ഒരു ടോട്ടലായിട്ട് സ്വയം ന്യായീകരിച്ച സമീപനം സിസ്റ്റം അതുപോലെ നിലനിൽക്കത്തതേ ഉള്ളൂ. സമൂഹത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാം. അത് എവിടെയായാലും ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്പർ, ഞാനാണ് നമ്മുടെ അവിടുത്തെ പേയിങ് കൗണ്ടറും സ്റ്റോറും കൈകാര്യം ചെയ്യുന്നതാണ്. അവിടുത്തെ ഒരു പ്രശ്നം മനസ്സിലാക്കുമ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് പേയിങ് കൗണ്ടറിൽ സ്റ്റോക്ക് എടുത്തിട്ടില്ല, സ്റ്റോക്ക് വെരിഫൈ ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 15 വർഷമായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ പോലും നടന്നിട്ടില്ല. അപ്പൊ അതിൽ ഈ അനസ്തീഷ്യ മെഡിസിൻ ഒക്കെ അതിൽ ഉൾപ്പെടില്ലേ? എല്ലാം മൊത്തം മെഡിസിന്റെയും ഇപ്പൊ എത്ര ഒരു വർഷം എത്ര വിറ്റു, എത്രയാണ് ബാക്കിയുള്ളത്, ഈ കമ്പ്യൂട്ടറിലുള്ള അത്രയും തന്നെ ഇവിടെ ഉണ്ടോ? 15 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KMCL വഴിയാണ് നമ്മളിപ്പോ കേരളത്തിലെ മുഴുവൻ മരുന്നുകളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനം വളരെ നന്നായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരണം മൊത്തം ഇന്ത്യയിലെ മുഴുവൻ മരുന്ന് കമ്പനികളെയും പരിശോധിച്ച് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള മരുന്ന് കമ്പനികളെ ബാർഗെയിൻ ചെയ്തിട്ട് അവരിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം മരുന്നുകളും ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉള്ളതിനെക്കാട്ടി വളരെയധികം വില കുറച്ചാണ് ഇപ്പോൾ കിട്ടുന്നത്. ഏകദേശം 590 മരുന്നുകൾ എല്ലാ സമയവും അവൈലബിൾ ആയിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ 590 മരുന്നുകളാണ് സൗജന്യമായി മെഡിക്കൽ കോളേജിലും ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. എല്ലാ രോഗത്തിനും ഒരു ഡോക്ടർ, ഒരു ഫാമിലി ഡോക്ടർ. ഇന്നിപ്പോ നമുക്ക് കണ്ണിനൊരാള്, പല്ലിനൊരാള്, എല്ലിനൊരാള്, ഇങ്ങനെ കൂടി പോകുന്നു. ഇതൊരു പറയൂ. ആരോഗ്യ നയത്തിന്റെ ഭാഗമായി തന്നെ നാം ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാഥമിക ആരോഗ്യ രംഗം ഏറ്റവും ശക്തമാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല പ്രാഥമിക ആരോഗ്യ രംഗങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും താലൂക്ക് ആശുപത്രി ആക്കുന്നു, താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആക്കുന്നു, ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കുന്നു. അപ്പോൾ പ്രാഥമിക ആരോഗ്യ രംഗം അവഗണിക്കപ്പെട്ടിരിക്കും. ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ, പ്രാഥമിക ആരോഗ്യ രംഗം, അവരെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഈ ജീവിതശൈലി രോഗങ്ങൾ ചികിത്സിക്കണം, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, സാംക്രമിക രോഗങ്ങൾ ചികിത്സിക്കണം, അതുപോലെ മെറ്റേണൽ ചൈൽഡ്, ഇതെല്ലാം നോക്കേണ്ടതാണ്. ഒരു വലിയ ഉത്തരവാദിത്വം നിലനിൽക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യ നയത്തിൻ്റെ ഭാഗമാകണം. എന്ന് മാത്രമല്ല, ഇത്തരം സ്ഥാപനങ്ങളിൽ ഫാമിലി ഡോക്ടർ എന്നുള്ള ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഇത്. കാരണം ഈ ഫാമിലി ഡോക്ടറിനെ പണ്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ ഫാമിലി ഡോക്ടറിന് തന്നെ ഒരു പ്രത്യേക പരിശീലന സൗകര്യം, അതിനുള്ള കോഴ്സുകൾ അത് ആരംഭിക്കേണ്ടതുണ്ട്. അത്തരം കോഴ്സുകൾ ഇപ്പോൾ പരിമിതമായ സ്ഥലങ്ങളിൽ നിലവിലുണ്ട്, അത് വ്യാപകമാക്കണം. ഈ രീതിയിലൂടെ ഓരോ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കീഴിലും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു ഫാമിലി ഡോക്ടർ, അവരുടെ നിർദ്ദേശപ്രകാരം തുടർന്നുള്ള ചികിത്സ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഫാമിലിയുടെ എല്ലാ ഹിസ്റ്ററിയും അവർക്ക് അറിയാൻ കുറച്ചുകൂടി. നമ്മുടെ ഇപ്പോഴത്തെ 3 ടയർ സിസ്റ്റമാണ് നമ്മളുള്ളത്. പ്രൈമറി ഹെൽത്ത് സെന്റർ, സബ് സെന്റർ ആണ് ഏറ്റവും ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്. പക്ഷെ അവിടെ പോലും 30,000 ആൾക്കാർക്കാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉള്ളത്. ഈ നിലവാരത്തിൽ വെച്ച് നോക്കിയാൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ 1-2 ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ നിലവാരം വെച്ചുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് ഫാമിലി ഡോക്ടർ സിസ്റ്റം നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു 3 ടയർ സിസ്റ്റം എന്ന് മാറി ഒരു 4 ടയർ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം സർക്കാർ ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ച് അത് പലയിടങ്ങളിൽ സിറ്റിംഗ്, ഞങ്ങൾ കോഴിക്കോടായിരുന്നു, പല സിറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വലിയ പരിഗണന വന്നിരിക്കുന്നത് തന്നെ കുടുംബ ഡോക്ടർ എന്നുള്ള, ഇപ്പം നമ്മളെ നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരോഗ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ഇനി അവിടെയുള്ള മുഴുവൻ അസിസ്റ്റൻറ്റ് സർജന്മാരായ ഡോക്ടർമാരെയും കുടുംബ ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിലവിൽ ഫാമിലി മെഡിസിൻ MD ഉണ്ട്. അത് 3-4 പേര് 2 പേര് വീതം കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങുന്നതേ ഉള്ളൂ. അതാണ് ആകെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ ഇവരെ കൊണ്ട് മാത്രം കഴിയില്ല. അപ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഒരു വഴി ഈ അസിസ്റ്റൻറ്റ് സർജന്മാരായ ഡോക്ടർമാരെ മുഴുവൻ കുടുംബ ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കുടുംബ ഡോക്ടർമാരായി പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു ആരോഗ്യ നയം സർക്കാർ പരിഗണനയിലാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു തലമുറയെ
നമ്മൾ നശിപ്പിക്കുക കൂടെയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. ജനിച്ച കുട്ടി ജനിക്കുമ്പോഴേ അതിന് ഡയപ്പറാണ് ആദ്യമേ ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്ന് പോലും കുഞ്ഞ് അറിയുന്നില്ല. കുറെ കഴിയുമ്പോൾ അമ്മ നോക്കുന്നു, ഇത് നനഞ്ഞോ, എന്നാ പിന്നെ മാറ്റിക്കളയാം. ഈ ഡയപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ രീതിയിലെ ഡയപ്പർ റാഷ് വരും. പ്രത്യക്ഷത്തില് കുട്ടിയും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ്, അറ്റാച്ച്മെന്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ ബോണ്ടിങ്ങിൻ്റെ അടിസ്ഥാന ഘടകം പാല് കൊടുക്കൽ പ്രക്രിയയിലല്ല നടക്കുന്നത്, മറിച്ച് കുട്ടിയെ നിരന്തരമായി പരിപാലിക്കുന്ന പ്രവർത്തനത്തിലാണ് നടക്കുന്നത്. നമ്മൾ നാട്ടിലൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഈ തുണി പഴയ അപ്പൂപ്പന്മാരുടെ മുണ്ട് മടക്കി കഴുകി വെച്ചിരുന്നിട്ട് അത് കീറി വെച്ചിട്ട് ഈ കോണക ഉടുക്കുന്നത് പോലെ കെട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോഴും അമ്മ ചക്കയും മാങ്ങയെന്നൊക്കെ വിളിച്ച് കവളത്തെ പിടിച്ച് ഉമ്മ വെച്ചിട്ടൊക്കെയാണ് ഇത് കെട്ടിക്കൊടുക്കുന്നത്. ഈ പ്രവർത്തനത്തിലൂടെയാണ് കുട്ടിയും അമ്മയും, ഈ കുട്ടി അമ്മയെ തന്നെ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് അതൊരു കമ്മ്യൂണിക്കേഷൻ. നിലവിൽ ഈ ഡയപ്പർ രാവിലെ ഒട്ടിച്ചു കൊടുത്താൽ വൈകുന്നേരം വരെ ഈ ഡയപ്പർ ഇരിക്കുന്നു. ശേഷിയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഡയപ്പർ മാറ്റും, ശേഷിയില്ലാത്തവർ ഒരു ദിവസം മുഴുവൻ ആ ഡയപ്പർ തന്നെ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ഡയപ്പർ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ പോലും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യവും എല്ലാം സ്വാധീനം. അതുകൊണ്ട് ശരിക്കും പൈസയും. അതുകൊണ്ട് ശരിക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡയപ്പർ ഉപയോഗിക്കാതെ ഉള്ള പ്രവർത്തനത്തിലേക്ക് നമ്മളെ പഴയ ആ രീതി ഏറ്റവും നല്ലത് തന്നെയാണ്. അത് തന്നെയാണ് നല്ലത്. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയും മരുന്ന് കമ്പനിയും തമ്മിലുള്ള ബന്ധം, എൻ്റെ ബോണ്ടിങ് എന്താണ്? സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിലെ മെഡിക്കൽ ഇൻഷുറൻസ് ആയാലും സർക്കാരിൻ്റെ ആ സ്കീമിൽപ്പെട്ടതായാലും ചെന്ന് പെടുന്നത് ചികിത്സകരെക്കാൾ ചികിത്സാ സ്ഥാപനങ്ങൾക്കും മരുന്ന് കമ്പനികൾക്കും എക്യുപ്മെൻറ്റ് കമ്പനികൾക്കും ലബോറട്ടറികൾക്കുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രോഗിക്ക് സഹായകരമായ ഒരു സിസ്റ്റം എന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, നേരെ വിപരീതമായി ഇത് മരുന്ന് കമ്പനികളെയോ അത്തരത്തിലുള്ള സംവിധാനങ്ങളെയോ ആശുപത്രികളോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് ചികിത്സയ്ക്ക് ചെന്നാൽ വയറുവേദനയായിട്ട് ചെല്ലുന്ന ഒരാളിനെയും അയാളുടെ ഇൻഷുറൻസിൻ്റെ തുക അറിഞ്ഞാൽ അത് 3 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ വയറുവേദനയ്ക്ക് അവർക്ക് ചെയ്യാവുന്ന എൻഡോസ്കോപ്പിയും അതിലെ വേരിയസ് പ്രൊസീജിയറും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഒരു 10-50 രൂപയാവും. ഈ 3 ലക്ഷം എഴുതിയെടുക്കും, അതവിടെ എഴുതിയെടുത്തിരിക്കും അതിനാവശ്യമായതൊക്കെ. അപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടേതുപോലൊരു രാജ്യത്ത് വളരെ അവികസിതമായ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വലിയ ഭാരമാണ്. ആശുപത്രികളുടെ നിലനിൽപ്പിന് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഇന്ത്യയിൽ ഈ നമ്മൾ ഗർഭാശയം റിമൂവ് ചെയ്യുന്ന ശസ്ത്രക്രിയ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ കാലഘട്ടം പരിശോധിച്ച് നോക്കിയപ്പോൾ അത് അത്രയും ഇൻഷുറൻസ് അടിസ്ഥാനമായിരുന്നു. നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മറ്റൊരു പ്രശ്നം, സർക്കാർ ആരോഗ്യരംഗത്തെ എന്നെ ചികിത്സിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് നമ്മൾ തന്നെ റിലീവ് ചെയ്ത് വിടുകയാണ്. സർക്കാരിന് യാതൊരു പ്രശ്നമില്ല, ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എൻ്റെ ചികിത്സ ഇൻഷുറൻസ് കൊണ്ട് ചികിത്സ ഒന്നും ചെയ്യാൻ പറ്റില്ല. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഇന്ന് വേണ്ടുന്നത് 50 ലക്ഷം രൂപയാണ്. ഏത് ഇൻഷുറൻസ് താങ്ങും? ഒരു സാധാരണ. അപ്പോൾ ഇൻഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യം, ഇപ്പോൾ പൊതുജനാരോഗ്യം അത് ആരുടെ ബാധ്യത? ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്. പൊതുജനാരോഗ്യം സർക്കാരിൻ്റെ ബാധ്യതയായി മാറിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ ബാധ്യത. പൊതുജനാരോഗ്യത്തിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരും. പലപ്പോഴും ഇൻഷുറൻസിനെ കുറിച്ച് തന്നെ ഡോക്ടർ പറയണം. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോൾ ESI അല്ലെങ്കിൽ സർക്കാർ ഇത് പാസ്സായി വരാൻ കുറെ സമയം എടുക്കുന്നത് ഒരു വലിയ പ്രശ്നമാവുന്ന, അതും ആൾക്കാർ ഒരു പരിധിവരെ എന്തിനാണ് ഇത് എടുക്കുന്നത് എന്നുള്ളൊരു. ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് ഏത് ഇൻഷുറൻസ്, നമ്മളിപ്പോ മോട്ടോർ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ഉള്ളത്, ഒത്തിരി പേര് അതിനെ വാങ്ങിക്കുകയും ഇൻഷുറൻസ് എടുക്കുകയും കുറച്ചു പേർക്ക് മാത്രം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടിലാണ് ഈ ഇൻഷുറൻസ് ലാഭകരമായി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫിനോമിനോൺ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഒത്തിരി പേർക്ക് ഈ പറയുന്ന എല്ലാവരും ഇൻഷുറൻസ് എടുക്കുകയും അതിനകത്ത് അതിന്റെ ഗുണഭോഗം തിരിച്ചു കൊടുക്കുന്നത്, ചികിത്സ കൊടുക്കുന്നത് കുറച്ച് പേരാകുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അതായിരിക്കും ചെയ്യുന്നത്. അവർക്ക് എല്ലാവരെയും നിന്ന് പൈസ വാങ്ങിക്കുകയും അതിന് കുറച്ച് പേർക്ക് അത് കൊടുക്കുന്നത് പോലും മാക്സിമം എത്ര കുറച്ച് കൊടുക്കാം എന്ന നിലവാരത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പൊതുജനാരോഗ്യ രംഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ചികിത്സ കൊടുക്കാതിരിക്കാനുള്ള നയങ്ങളായിരിക്കും എടുക്കുന്നത്. മറിച്ച് ഇപ്പോഴത്തെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഇപ്പോൾ എന്തായാലും പൈസ അടയ്ക്കുന്നുണ്ട്. മാക്സിമം പൈസ അവർ ഈ ചികിത്സ കൊടുക്കാതെ, രോഗിക്ക് ചികിത്സ കൊടുക്കാതെ മാക്സിമം പൈസ ഇൻഷുറൻസിൻ്റെ പദ്ധതികൾക്കകത്ത് നിന്നും എങ്ങനെ വസൂലാക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. രണ്ട് ആറ്റിറ്റ്യൂഡ് ചേരുമ്പോൾ
അവസാനം നരകിക്കുന്നത് എന്താ? രോഗിക്ക് ചികിത്സ കിട്ടാതിരിക്കുകയും പൈസ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി കിട്ടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് 2 മോഡലുകൾ നമുക്ക് നിലവിലുണ്ട്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 100% ഗവൺമെന്റ് ഫണ്ടഡ് ഹെൽത്ത് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. മുഴുവൻ സർക്കാർ തന്നെയാണ് നിർവഹിക്കുന്നത്. ഹെൽത്ത് ഈസ് ഫുള്ളി നാഷണലൈസ്ഡ്. വളരെ ചുരുക്കം സ്വകാര്യ സ്ഥാപനങ്ങളെ നിലവിലുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അവിടെ നാഷണലൈസ്ഡ് ആയിട്ട് ഹെൽത്ത് കെയറേ ഇല്ല. മുഴുവൻ ഇൻഷുറൻസ് സംവിധാനമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ 2 മേഖലകളിലും അതിൻ്റേതായ അപാകതകൾ നിലനിൽക്കുന്നു. കാരണം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവിടെ ഭയങ്കരമായ വെയിറ്റിംഗ് ലിസ്റ്റ് നിലനിൽക്കുന്നു. ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ടൊരു ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, പക്ഷെ നിങ്ങളൊരു 3 മാസം വെയിറ്റ് ചെയ്യൂ എന്ന് പറയേണ്ട സ്ഥിതിവിശേഷം. ഈ ആരോഗ്യരംഗത്ത് നടക്കുന്ന കപട നാടകങ്ങളെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? പൂർണ്ണമായിട്ടും എത്തിക്സും നിയമവും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആളുകളെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ വഴി ആളുകളെ പിടിച്ചുകൂട്ടിയും പലതരത്തിലുള്ള ഈ സ്വകാര്യ കമ്പനികൾക്ക് മരുന്ന് കമ്പനികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് പിന്നീട് സുപ്രീം കോടതിയിൽ വേറൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഭോപ്പാൽ ഉള്ളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ആ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചില നിയമങ്ങളും കൊണ്ടുവന്നിരുന്നു. നമുക്ക് അന്നൊക്കെ ഒരു മനസ്സിലായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഈ എന്താ പറയുക സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഒരു ബാറ് തുടങ്ങാൻ ലൈസൻസ് വേണം, ഒരു ഹോട്ടൽ തുടങ്ങാൻ മാനദണ്ഡമുണ്ട് അല്ലേ? ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ ഇതൊന്നും ആവശ്യമില്ല. എന്നാൽ മറ്റ് പല നിയമങ്ങളുടെയും മറ്റു പല നിയമങ്ങളുടെയും ഒരു പരിധിയിൽ വരുന്നതുമാണിത്. വേറെ ഒരു 50ഓളം നിയമങ്ങളുണ്ട്. ഒരു സാധനമില്ല. ഇപ്പൊ തമിഴ്നാട്ടില് ഒരു കുട്ടി, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി തലമുടി വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ട് കൊല്ലപ്പെട്ടു. മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 19 വർഷമായിട്ട് അവിടെ നിയമമുണ്ട്, പക്ഷെ ചട്ടമില്ല, റൂൾസ് ഇല്ല. അതുകൊണ്ട് നിയമം നടപ്പായിട്ടില്ല. കോടതി ചോദിക്കണം എന്താണത് സംഭവിച്ചത്? ഇന്ത്യയിൽ ഇനിയുള്ളത് ഒരു 4-5 സംസ്ഥാനമേ ബാക്കിയുള്ളൂ ഒരു നിയമവും ഇല്ലാത്തത്. അതിലൊന്ന് കേരള. ഒരു നിയമവുമില്ല. ഈ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ക്ലിനിക്ക് എങ്ങനെ ആയിരിക്കണം, ഒരു ഡോക്ടർ നടത്തുന്ന ക്ലിനിക്ക് എങ്ങനെയായിരിക്കണം, 2ഓ അതിൽ കൂടുതൽ പേര് നടത്തുന്ന പോളി ക്ലിനിക്കുകൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു ലാബോറട്ടറി എങ്ങനെയായിരിക്കണം, ഒരു ഫാർമസി എങ്ങനെയായിരിക്കണം, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്തായിരിക്കണം, ഒരു സിസ്റ്റം എത്രയോ 4 ടൈപ്പുള്ള ഹോസ്പിറ്റൽസ് 1, 2, 3, 4 ഇതെങ്ങനെ എന്തായിരിക്കണം, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തോട് എനിക്കിപ്പോൾ ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ നഗരത്തിലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ പൊങ്ങി വരുന്നു, സാധാരണക്കാർക്ക് അവിടെ ചികിത്സ കിട്ടാതിരിക്കുന്നു. പക്ഷെ അതിന് ഈ സർക്കാർ അതിനകത്ത് സംവരണം പോലെയോ അല്ലെങ്കിൽ ഒരു 30% എങ്കിലും ഡൽഹിയിലൊക്കെ ഉണ്ടത് സർക്കാർ കൊടുക്കുന്ന സ്ഥലത്താണ് ഹോസ്പിറ്റലുകൾ പണിയുന്നത്. അപ്പോൾ 30%, 40% സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഉയർന്ന ചികിത്സ കൊടുക്കാനുള്ള ബാധ്യത അത് ഭരണഘടനാപരമായിട്ടുള്ളതാണ്. അല്ലാതെ കോടതി വിധിയല്ല അത് ഭരണഘടനാപരമായിട്ട് ഓരോ പൗരനും നൽകിയിട്ടുള്ള അവകാശമാണത്. അപ്പം ആദ്യത്തെ കമ്മിറ്റിയായിട്ടുള്ള ബോർ കമ്മിറ്റി തൊട്ട് അത് വളരെയധികം ശക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട്. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് പോലും ഉന്നത ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല. സാധാരണ ആളുകൾ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു മരുന്ന് ഒരാഴ്ചത്തേക്ക് രാവിലെ ഉച്ചയ്ക്ക് 3 നേരം വീതം ഒരാഴ്ചത്തേക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഈ ഒരാഴ്ച കഴിക്കുമ്പോൾ ഈ പേഷ്യൻ്റ് അവർക്ക് തോന്നുന്നു കുഴപ്പമില്ല, അസുഖം മാറി എന്നാൽ പിന്നെ അപ്പോൾ ഡോക്ടർ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും വരൂ എന്ന് പറയുമ്പോൾ ഈ പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് പോകാതെ വീണ്ടും ആ മെഡിസിൻ അവർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും, പ്രത്യേകിച്ച് ഈ ഉറങ്ങാൻ കൊടുക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ജലദോഷത്തിന്റെ ഈ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലേ, ഇതൊരു ശരിക്കും ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും ഒരു അവർക്കൊരു അവെയർ അല്ല. അത് എന്ത് ഡോക്ടർ ഒന്ന് ജനങ്ങളോട് പറയുന്ന രീതിയിലൊന്ന് പറയും. അതിലൊരു കാര്യമുള്ളത് ഈ സൈക്യാട്രി ഡ്രഗ്സ് അതല്ലെങ്കിൽ സെഡേറ്റീവ്സ് ഇത്തരത്തിലുള്ള മരുന്നുകളാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിക്ക് മാത്രം. ആ ഒരു 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് കഴിഞ്ഞ് വീണ്ടും അതെ 1 വീക്ക് അതെ ഫാർമസികളിൽ കൊടുക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഈ 1 വീക്ക് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് എങ്ങനെ ഇയാളിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്
ആ പേഷ്യൻറ്റിനെ മാത്രം നിരീക്ഷിച്ചാലേ നമുക്ക് പിടികിട്ടത്തുള്ളൂ. മോണിറ്റർ ചെയ്യണം. പൊതുവായി നമുക്ക് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ പേഷ്യൻറ്റിൽ എങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ പേഷ്യൻറ്റിനെ നിരീക്ഷിച്ചാലേ അറിയാൻ പറ്റൂ. അയാൾക്ക് ഈ ഡോസ് മതിയോ, അതിൽ കൂട്ടേണ്ടതുണ്ടോ, കുറയ്ക്കേണ്ടതുണ്ടോ. ഇപ്പോൾ സൈക്കാട്രിക് ഡ്രഗ്സ് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവർ 2 ആഴ്ച 1 മാസമോ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് വീണ്ടും റിവ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. പലപ്പോഴും കൂട്ടുമായിരിക്കും ചെയ്യുന്നത്, കുറഞ്ഞ ഡോസിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ജനങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഡേറ്റീവ്സ് അല്ലെങ്കിൽ ഇപ്പം ചുമയുടെ മരുന്നുകൾ പോലെയുള്ള അതിനകത്തെല്ലാം സെഡേറ്റീവ്സ് ഉണ്ട്, ആൻറ്റിഹിസ്റ്റമിനിക്സ്. ഇതെല്ലാം ഇതുപോലെയുള്ള മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ അവർക്ക് കുറച്ച് സെഡേഷനൊക്കെ വരുമ്പോൾ കുറച്ചൊരു റിലീഫ് കിട്ടും. ചിലർ അത് വീണ്ടും അത് ഉപയോഗിക്കുകയും അതിൻ്റെ അടിമകളായി മാറുകയും മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ ഇത്തരം മരുന്നുകൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ആൻറ്റിബയോട്ടിക്സുകൾ നമ്മൾ 5 days ആണ് എഴുതുന്നത്, ചിലപ്പോൾ 7 days. ഈ ആൻറ്റിബയോട്ടിക്സുകൾ 5 days മതി, പിന്നെ അത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്സ് 5 days 7 days എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫാർമസി സ്റ്റോറുകളിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് വിരുദ്ധമായിട്ടും മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, വ്യാപകമായിട്ടല്ലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മയക്കുമരുന്നുകളുടെ വിപണനം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് മയക്കുമരുന്നുകളുടെ വിപണനം നടക്കുന്നത്. അതുകൊണ്ട് ഈ ഫാർമസികളിൽ ഇത്തരം മരുന്നുകൾ ഇല്ലാതെ വിൽപ്പന നടത്താൻ പാടില്ല എന്നുള്ളത് വളരെ നിഷ്കർഷിക്കേണ്ടതുണ്ട്. ചില മരുന്ന് കടക്കാർ അങ്ങനെ കൃത്യമായി ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് പലപ്പോഴും ഇവർ തിരിച്ചു വന്ന് പറയുമ്പോൾ മനസ്സിലാകും. അതേസമയത്ത് ജനങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ മരുന്ന് പരമാവധി കുറച്ച് കഴിക്കുകയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുകയും ആവശ്യമുള്ള കാലത്ത് മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. രണ്ടാമത്തെ കാര്യം, നേരത്തെ സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇപ്പോഴത്. എനിക്ക് തോന്നുന്നത് സർക്കാർ ഇത് ഇപ്പോൾ അടുത്ത് തന്നെ നിയമസഭയിൽ അത് അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിനെ കുറിച്ചിട്ടുള്ള ചർച്ച ആരോഗ്യ നയത്തിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കപ്പെടുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള അങ്ങനത്തെ ഒരുപാട് കോൺട്രവേഴ്സി, ഒരുപാട് ചർച്ചകൾ വേണ്ടി വരും, ഒരുപാടുണ്ട്. പക്ഷേ എന്തായാലും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വരുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടും എന്തായാലും തീർച്ചയായിട്ടും. ഈ IMAയുടെ കീഴിൽ ഈ ഡോക്ടേഴ്സിന്റെ പ്രവർത്തനം മാത്രമാണോ പിന്നെ മോണിറ്റർ ചെയ്യുന്നത്? അതല്ല ഇത്തരം മെഡിക്കൽ സ്റ്റോറിൽ ജനങ്ങൾക്കെതിരായിട്ട് ഇപ്പം നിസ്സാര കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. 2 ആഴ്ച മുൻപ് ഒരു കുട്ടി ആൽക്കഹോളിൽ ഉറക്ക ഗുളിക മിക്സ് ചെയ്ത് കഴിച്ചു, മരിച്ചു എന്ന് പറയുന്നു. ഒരുപാട് കുട്ടികൾ പറയുന്ന കേൾക്കാം, ഈ കഫ് സിറപ്പ് വാങ്ങിച്ച് കഴിച്ചാൽ നല്ല സുഖമുണ്ട്. അത് എന്തിനുള്ളതാണ് എന്ന് പോലും ചിന്തിക്കാതെ ഇത്തരം ഇത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരുപാട് കുട്ടികൾ. അതിന് ഈ മരുന്നുകൾ ഏതൊരു മരുന്നായാലും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമേ മരുന്ന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ മെഡിക്കൽ സ്റ്റോറിന് കൊടുത്തിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നുകളും അവിടെ നിന്ന് ഡിസ്പെൻസ് ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള ഇതില്ല. എല്ലാ മരുന്നുകളും വിവിധ ഷെഡ്യൂളുകൾ വരുന്നുണ്ട്. ഈ ഷെഡ്യൂളിൽ വരുന്ന എല്ലാ മരുന്നും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷന് വിധേയമായി അതിനനുസരിച്ച് മാത്രം നൽകേണ്ടതാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ഡോക്ടർ പേഷ്യൻസിന് താങ്കൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു 5 mg അല്ലെങ്കിൽ 10 mg ഇത് വെച്ച് കൊടുക്കുകയാണെന്നിരിക്കട്ടെ, അവർ കഴിക്കുമ്പോൾ അവർക്ക് തോന്നുന്നു കുഴപ്പമില്ല, ഇത് കുറച്ചും കൂടെ കൂട്ടി ഡോസ് കഴിച്ചാൽ എളുപ്പം എനിക്ക് പെട്ടെന്ന് കുറയും, ഷുഗർ കുറയും എന്ന് അങ്ങനെ ഒരു സ്വയം ചികിത്സ പല കാര്യത്തിലും നമ്മുടെ ആളുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പനിയാണെങ്കിൽ പോലും വീട്ടിൽ സ്റ്റോക്ക് വെക്കും, പാരസിറ്റമോൾ സ്റ്റോക്ക് വെക്കുക, എന്നിട്ട് വീട്ടിൽ വരുന്നവർക്കും കൊടുക്കും. അവർക്ക് ചിലപ്പോൾ അലർജി ഉള്ളവരുണ്ടായിരിക്കാം, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കാം, ചില മെഡിസിൻസ് ചിലവർക്ക് ശരിയാവില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യാപകമായി ആളുകൾ പ്രചരിപ്പിക്കുകയും അതുപോലെ അവർ അതൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് ഡോക്ടർ പറയാൻ? ഇത് മരുന്നുകൾ വിവിധ തരങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ചില മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഗുളിക ആൾക്കാർക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളിക. പെട്ടെന്ന് പനി വന്നാലും ഒരു വേദന വന്നു കഴിഞ്ഞാലും ഓവർ ദ കൗണ്ടർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഗുളികയാണ് പാരസെറ്റമോൾ. പക്ഷേ ഷെഡ്യൂൾ എച്ചിലെ ഡ്രഗ്, ഷെഡ്യൂൾ എച്ച് എന്നാണ് പറയുന്നത്, ആ ഷെഡ്യൂൾ എച്ചിലെ ഡ്രഗ്സ് മുഴുവൻ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല ആ ബില്ലിനകത്ത്
ഫാർമസിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ ബില്ലിനകത്ത് പ്രിസ്ക്രിപ്ഷൻ ആരാണെന്ന് എഴുതണം, അയാളുടെ എഴുതിയ ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ എഴുതണമെന്ന് നിർബന്ധമുള്ള ഒരു നിയമം നിലവിലുണ്ട്. അപ്പോൾ ഇത് പക്ഷേ പലപ്പോഴും ബൈപ്പാസ് ചെയ്യാറുണ്ട്. കാരണം ഈ കച്ചവടം നടക്കുന്നത് കൊണ്ട് കൂടുതൽ മരുന്ന് വിറ്റുപോയാൽ അവർ കച്ചവടമാണല്ലോ. അപ്പോൾ അവർ ഏതെങ്കിലും ഡോക്ടറുടെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ ഇത് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പറയുന്ന മരുന്ന് കടകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടോ എന്ന് അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതേസമയം രോഗികൾ ഇതുപോലെ ഇപ്പം രോഗികളുടെ പ്രശ്നം ഇതാണ്, അവർക്ക് ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണാതെ അതിനൊരു ഇത്രയും ഒരു മെനക്കെടുണ്ടല്ലോ, ഡോക്ടറെ പോയി കണ്ട് അത് ആ ഒരു സംഭവം അത്രയും സമയമില്ലാതെ പെട്ടെന്ന് കിട്ടുമല്ലോ അല്ല എന്ന് ഈ ബിൽ ബുക്ക് എങ്ങനെയാണ് അവര് ഇയർ എൻഡ് വരുമ്പോ അത് ഇത് പറഞ്ഞത് ഈ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് ആകെ പേരും രജിസ്റ്റർ നമ്പറുമാണ് വേണ്ടത്. ഇതിപ്പോൾ ഏത് ഡോക്ടറുടെയും ഉണ്ടാക്കാമല്ലോ, വേറെ എഴുതിയാൽ മതിയില്ല. ഇത് ക്രോസ് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഏത് ഈ ഡോക്ടറെ കൊടുത്തിട്ടുണ്ടോ, പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ, അത് ഇയാളുടെ പേരിൽ തന്നെയാണോ കൊടുത്തിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള നടക്കാറില്ല. അപ്പൊ അത് നടന്നാൽ മാത്രമേ ഈ ക്രോസ് ചെക്ക് മറ്റ് പല രാജ്യങ്ങളിലൊക്കെ നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ നമ്മുടെ ഫയൽ എവിടുന്ന് വേണേ അസസ് ചെയ്യാൻ പറ്റും. ആ രാജ്യത്ത് എവിടുന്ന് വേണമെങ്കിൽ ആ ഫയൽ അസസ് ചെയ്യാൻ പറ്റും. ഒരു പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ആ പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന രോഗികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും ഈ ഷെഡ്യൂൾ എച്ചിൽ പെടുന്ന മരുന്നുകൾ പല പാർശ്വഫലങ്ങളും കൂടുതൽ സമയം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേടിച്ചു കഴിഞ്ഞാൽ അതിന് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് തീർച്ചയായും ഉത്തരവാദി രോഗികളായിരിക്കും, അല്ലെങ്കിൽ മരുന്ന് കമ്പനികളായിരിക്കും, മരുന്ന് കടകളുമായിരിക്കും. അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഡയബറ്റീസിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മരുന്നിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും. ഈ ഷുഗർ കൂടുന്നതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണ് ഷുഗർ കുറയുന്നത്. പലപ്പോഴും ഈ മെഡിക്കൽ സ്റ്റോഴ്സിൽ നമ്മളിപ്പോൾ എന്നിട്ട് ഒരു 3 ഗുളിക വേണമെന്ന് പറയുമ്പോൾ ഒരു സ്ട്രിപ്പായിട്ട് അങ്ങ് എടുത്തേക്കിട്ടെ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അവർ പറയും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ, എന്തോ 10 കൊടുത്താൽ പിന്നീട് അത് വിൽക്കാൻ പറ്റില്ല, അങ്ങനെ 10 കൊടുക്കുന്നുണ്ട്. യാതൊരു ഗൗരവമില്ലാതെ ഇതിന് ഒരു നിയന്ത്രണമില്ലാതെ അവർ ഒരു പേഷ്യന്റിന് ആവശ്യമുള്ളത് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല അല്ലേ. ഈ മരുന്നെന്ന് പറയുന്നതിൻ്റെ ഉൽപാദനം, വിതരണം, ഉപഭോഗം ഈ മൂന്നും രാജ്യത്ത് വളരെ വ്യക്തമായ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു നിയമത്തിന് വിധേയമാണ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ആക്ട് ഓഫ് 1942 ആ നിയമത്തിന് വിധേയമായിട്ടാണ് ഇന്ത്യയിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും ഉപയോഗിക്കേണ്ടതും. അതിൻ്റെ വയലേഷൻസാണ് ഈ പ്രശ്നങ്ങളൊക്കെ. മരുന്ന് 10 കൊടുക്കൂ 4 കൊടുക്കില്ല എന്ന് പറയുന്ന ആ നിയമത്തിൻ്റെ വയലേഷനാണ്. അപ്പം നിയമം നടപ്പാക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ആ നിയമം ഇത് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ഉള്ള നിയമങ്ങളൊന്നും നടപ്പാക്കാതിരിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണിത്. അല്ലാതെ അത് മെഡിക്കൽ സ്റ്റോർ എന്ന നിലയ്ക്ക് അയാളെ ഒരു തീരുമാനം എടുക്കാൻ അതിൽ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലോ, അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി. മെഡിക്കൽ സ്റ്റോറുകൾ നിരീക്ഷിക്കപ്പെടുന്നില്ല, ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ബാൻ ചെയ്ത മെഡിസിൻ ഏതൊക്കെ? അതാത് കാലഘട്ടത്തിൽ നിരവധി മരുന്നുകൾ ബാൻ ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ സൈപ്രോഹെപ്റ്റഡിൻ എന്ന് പറയുന്ന മരുന്ന്, സൈപ്രോഹെപ്റ്റഡിൻ എന്ന് പറയുന്ന മരുന്നിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ ഉപയോഗം ഇദ്ദേഹമാണെന്നോ ന്യൂറോളജിസ്റ്റാണത് പറയേണ്ടതുള്ളൂ. അത് ഒരു ന്യൂറോ സപ്രസൻ്റ് എന്നോ അല്ലെങ്കിൽ സെഡേറ്റീവോ ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് വിറ്റുകൊണ്ടിരുന്നത്, ഞാൻ ജോലി ചെയ്ത കമ്പനിയുടെ ആ മരുന്നുണ്ടായിരുന്നു, അത് വിറ്റുകൊണ്ടിരുന്ന വിശപ്പിന് വേണ്ടിയാണ്. ഈ മരുന്നിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് 3 തരത്തിലാണ് അത് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, ഒരു മരുന്ന് അതിന് ഉണ്ടാകുന്ന ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് കാണുമ്പോൾ ആ മരുന്ന് നിരോധിക്കാം. 2, പരിശോധനയിലൂടെ ഈ കമ്പനി പുറത്തിറക്കുന്ന മരുന്ന്, ആ മരുന്നിന് കുഴപ്പമില്ല, പക്ഷെ ആ കമ്പനിയുടെ പ്രശ്നം കൊണ്ട് അതിന് ഗുണനിലവാരമില്ല എന്ന് കാണുമ്പോൾ ആ പ്രത്യേക കമ്പനിയുടെ മരുന്ന് നിരോധിക്കപ്പെടും. പിന്നെ 3, ഇറാഷണൽ കോമ്പിനേഷൻസ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ 2 മരുന്നുകൾ ഒന്നിച്ച് ചേർത്ത് ഒരു മരുന്നാക്കി കൊടുക്കുന്നതിലുള്ള അൺസയൻറ്റിഫിക് കോമ്പിനേഷൻ, ഈ രീതിയിൽ നിരോധിക്കും. ഈ 3 രീതിയിലുള്ള നിരോധനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ ആദ്യം പറഞ്ഞ രീതിയിലുള്ള നിരോധനം വളരെ ചുരുക്കമായിട്ട്, കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പരിശോധനകൾക്ക് ശേഷമാണ് പലപ്പോഴും മരുന്നുകൾ പുറത്തിറക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് രീതിയിലേ അത്തരം ആവശ്യങ്ങൾ വരുന്നുള്ളൂ. 2ാമത്തെ രീതിയിലുള്ള നിരോധനങ്ങളാണ് ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വരേണ്ടത്. കാരണം ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മരുന്നിന് ക്വാളിറ്റി ഇല്ല, അത്രയും കണ്ടൻറ്റ് അതിലില്ല, അല്ലെങ്കിൽ ഇതാവും. പക്ഷേ ആ രീതിയിലുള്ളത് ഇവിടെ കുറേ വരുന്നുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റിംഗ് ഇല്ല, ഡ്രഗ് ടെസ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങളില്ല.
ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു 400ഓളം മരുന്നുകൾ നിരോധിച്ചു. 400ഓളം മരുന്ന് സംയുക്തങ്ങളാണത്. സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് കോമ്പിനേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് അമോക്സിസിലിനും ക്ലോക്സാസിലിനും ചേർന്ന് സംയുക്തം നിരോധിച്ചു. അത് രണ്ടും എന്തിനാ മാർക്കറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കമ്പനി അമോക്സിസിലിൻ ഇറക്കുമ്പോൾ വേറൊരു കമ്പനി ക്ലോക്സാസിലിൻ ഇറക്കുന്നു. അപ്പോൾ മൂന്നാമതൊരു കമ്പനി ഇത് രണ്ടും കൂടി ചേർത്തിറക്കിയാൽ അവർക്കൊരു മാർക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേർത്തിറക്കും. പക്ഷേ അമോക്സിൽ 8 മണിക്കൂർ കൂടുമ്പോഴും ക്ലോക്സാസിൽ 6 മണിക്കൂർ കൂടുമ്പോഴുമാണ് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 8 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇറാഷണാലിറ്റിയാണ്. അതുകൊണ്ടാണ് അത് നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ആ മരുന്നിന് അമോക്സിലിനും ഇൻഡിവിജ്വലി തകരാറുള്ളതെല്ലാം വ്യാപകമായി ഉപയോഗിക്കപ്പെടും. ക്ലോക്സാസിലിന് ഇൻഡിവിജ്വലി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ആവശ്യമുള്ളതുമാണ്. പക്ഷേ ഇവ തമ്മിൽ ചേർത്ത് ഉപയോഗിക്കേണ്ട സാഹചര്യം ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകം നൽകിയാൽ മതി. ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് അത് ആ കോമ്പിനേഷൻസ് നിരോധിക്കും. അവിടെയാണ് മാഡം പ്രശ്നം തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് കമ്പനികൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. നേരെ കോടതിയിൽ പോകും. ഇപ്പോൾ സൈപ്രോഹെപ്റ്റഡിൻ നിരോധിച്ചതിൻ്റെ അടുത്ത മാസം സൈപ്രോഹെപ്റ്റഡിൻ വിൽക്കാമെന്ന് കോടതി തന്നെ അനുവദിച്ചു. കോടതി സ്റ്റേ കൊടുത്തു. എന്തേ കാര്യം? സൈപ്രോഹെപ്റ്റഡിന് പറഞ്ഞിട്ടുള്ള ഈ ഇൻഡിക്കേഷൻ വിൽക്കേണ്ട വേറെ ഇൻഡിക്കേഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെട്രസോൾ കേസ്. ലെട്രസോളിനെ സംബന്ധിച്ച് അത് ഗർഭാശയത്തിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന്. ആ മരുന്ന് കൊടുക്കുന്നത് 45 വയസ്സ് കഴിഞ്ഞ മെനോപാസ് പ്രായം കഴിഞ്ഞ സ്ത്രീകളിലെ ഗർഭാശയ ക്യാൻസറിന് കൊടുക്കേണ്ടുന്ന ലെട്രസോള് ഗർഭധാരണം നടക്കാത്ത പെൺകുട്ടികൾക്ക് കൊടുത്താൽ, യുവതികൾക്ക് കൊടുത്താൽ ഗർഭധാരണം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കേരളത്തിലടക്കം ഇന്ന് ഏറ്റവും വ്യാപകമായി വിൽക്കുന്നു. ഇത് നിരോധിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റേ ഉപയോഗം, പക്ഷേ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിനകത്ത് പല മേഖലകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സർക്കാരിൻ്റെ മേഖലയിൽ നിന്ന് കോംപ്രിഹെൻസീവ്, യൂണിവേഴ്സൽ ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന മരുന്നുകളടക്കമുള്ള ഈ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വളരെ വില കുറച്ചും ഉറപ്പാക്കി എത്താൻ കഴിയുള്ളൂ. ഇതേപോലെ ഡോക്ടർമാരുടെ ഒരു എത്തിക്കൽ ആയിട്ടുള്ളൊരു നിലപാട് ഉയർത്തുവാനും അത് നിലനിർത്തുവാനും വേണ്ടിയിട്ട് സമൂഹവും ഡോക്ടർമാർക്കകത്തുള്ള സംഘടനകളും ഒക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് അവെയർ ആവുക എന്നുള്ളതും പ്രധാനമാണ്. ഈ കാര്യം 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ ഗംഗാധരൻ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും തോന്നാറ് ഒരേ മരുന്ന് അല്ലെങ്കിൽ ഒരേ രാസവസ്തു തന്നെ പല കമ്പനികൾ നമുക്ക് തരുന്ന റേറ്റുകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തോന്നാറ്. ഒരു മരുന്നിന് ഒരേ രാസവസ്തുവിന് ഇത്രയധികം കമ്പനികൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ട് 500 രൂപ മുതൽ 5000 രൂപ വരെയുള്ള മരുന്ന് ഒരേ രാസവസ്തു തന്നെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, മരുന്നായിട്ട് കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു മരുന്ന് ചിലപ്പോൾ ഒരു 1-2 കമ്പനിക്ക് അതിന് ലൈസൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ വില അതുപോലെയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ വില വളരെയധികം വ്യത്യാസത്തോടെ 100-150 കമ്പനികൾക്കാണ് ഒരേ മരുന്ന് വിൽക്കാൻ സാധിക്കുന്നത്. അത് പ്രശ്നമാണ്. ക്വാളിറ്റി അഷുറൻസ് ഷുഡ് ബി വെരി സ്ട്രിക്റ്റ് സോ ദാറ്റ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും ഞങ്ങൾക്ക് ഏത് മരുന്ന് ഞങ്ങൾക്ക് എഴുതാം. ഈ മരുന്നുകളുടെയൊക്കെ ലൈസൻസിങ് അതോറിറ്റി എല്ലാം പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആ കോസ്മെറ്റിക് സെക്ഷനിൽ നിന്നും മാറി ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി ഹെൽത്ത് മിനിസ്ട്രി. പിന്നെ താഴെ തന്നെ വരേണ്ടതാണ്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് വ്യത്യാസം വരാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പല ചട്ടങ്ങളും ഡയലിറ്റഡ് ആണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് പറയും, എല്ലാത്തിനും കടന്നു പോകാനായിട്ട്. അത് പാടില്ല. നല്ലൊരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മെഡിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അലോപ്പതി മരുന്നുകൾക്ക് മാത്രമാണ് പാർശ്വഫലങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്ക് പാർശ്വഫലങ്ങൾ ഇല്ലെന്നോ എന്ന് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ പാർശ്വഫലങ്ങൾ കാണുകയുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന മരുന്ന് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയോ ഞാൻ അതിന് വേണ്ടി കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മരുന്നുകൾക്ക് ഒന്നിനും പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലുള്ള മരുന്നുകൾക്കും പാർശ്വഫലങ്ങളുണ്ടാകും. യു ഹാവ് ടു ബി കീപ്പിംഗ് ആൻ ഓപ്പൺ ഐ, ഒരു വിജിൽ. നമുക്ക് അങ്ങനെ ഉണ്ടോ ഇത് തിരിച്ചറിയെങ്കിൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഈ ചർച്ച വളരെ ഉപകാരപ്രദമായിരുന്നു. ഒരു കാര്യം നമ്മൾ പൊതുജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യം നമ്മുടേതാണ്. നമ്മുടേതെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്ന ഓരോ മരുന്നും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും സ്വയം മനസ്സിലാക്കി സ്വയം ചികിത്സ ഒഴിവാക്കി നമുക്ക് ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ
ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും കടന്നു പോകേണ്ടത്. ആ സത്യം മനസ്സിലാക്കി തന്നെ നമ്മൾ ഇനിയും ജീവിക്കാൻ പഠിച്ചാൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന വലിയൊരു കാര്യം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും സെൽഫിയിൽ അടുത്തയാഴ്ച കാണാം.